പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ചില രാത്രികൾ സാധാരണമാണ്. പക്ഷേ ചില രാത്രികൾ വിധിയെ തന്നെ മാറ്റാനുള്ള അവസരമാണ്. അത്തരം മഹത്തായ ഒരു രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. 1000 മാസങ്ങളിലധികം മൂല്യമുള്ള ഒരു രാത്രി. നമ്മൾ നഷ്ടപ്പെടുത്തിയ നന്മകൾ തിരികെ നേടാനുള്ള അവസരം. കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ വാതിലുകൾ തുറക്കുന്ന സമയം. ഈ രാത്രി വരുമ്പോൾ ആകാശം ശാന്തമാകും. ഭൂമി സമാധാനത്തോടെ നിറയും. മലക്കുകൾ ഇറങ്ങി വരും. റഹ്മത്ത് ഒഴുകും. ചോദ്യം ഇതാണ്: നാം തയ്യാറാണോ? നമ്മുടെ ഹൃദയം പാപഭാരത്തിൽ കഠിനമായി പോയോ? അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ഒരു രാത്രി നമ്മുടെ പഴയ ജീവിതത്തിന് വിട പറയാനും പുതിയ ഒരു ആത്മീയ യാത്ര തുടങ്ങാനും കഴിയുന്ന രാത്രിയാണ്. കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദ്വാകൾ വറ്റിപ്പോയ മനസ്സുകൾക്ക് ജീവൻ നൽകും. പാപങ്ങളെ കഴുകിക്കളയും. പ്രിയരെ, ഇത് ഉറങ്ങിപ്പോകാനുള്ള രാത്രിയല്ല, ഇത് തിരിഞ്ഞു വരാനുള്ള രാത്രിയാണ്. റബ്ബിന്റെ മുമ്പിൽ നിൽക്കൂ, തളർന്ന ഹൃദയം തുറക്കൂ, കണ്ണീരോടെ അപേക്ഷിക്കൂ. യാ അല്ലാഹ്, എന്നെ ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ വഴി നടത്തണമേ, എൻ്റെ ജീവിതം നിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമാക്കണമേ. ആ രാത്രി നമ്മളെ വിട്ടു പോകുമ്പോൾ ആ രാത്രി നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾ പഴയ ആളുകളായിരിക്കരുത്. ഹൃദയം ശുദ്ധമായ പുതിയ മനുഷ്യനായി മാറണം. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട നിമിഷങ്ങൾ, സമയം പോയത് തിരിച്ചു കിട്ടാത്ത സത്യങ്ങൾ. എന്നാൽ അള്ളാഹു നൽകുന്ന പ്രത്യേക അവസരങ്ങൾ, ആ അവസരങ്ങളിൽ ഏറ്റവും മഹത്തായത് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണ്. ഈ രാവിന്റെ മഹത്വം 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം. വിധിയും ഭാവിയും എഴുതപ്പെടുന്ന രാത്രി. മലക്കുകൾ സമാധാനത്തോടെ ഇറങ്ങി വരുന്ന സമയം. മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക മറുപടി ലഭിക്കുന്ന അവസരം. ഖുർആൻ അവതരിച്ച മഹത്തായ രാത്രി. സൂറത്തുൽ ഖദർ സന്ദേശം. ഈ രാത്രി റമദാനിന്റെ അവസാന 10 രാവുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ജ്ഞാനം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 രാവുകളിൽ നടത്തിയ ഇബാദത്ത്, കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ ഖുർആൻ പാരായണം, കുടുംബത്തെയും ഉണർത്തി ഇബാദത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഒരു രാത്രി പോലും നഷ്ടപ്പെടുത്താതിരുന്നിരുന്നു. ഉറങ്ങിപ്പോകാനുള്ള രാത്രിയല്ല, മാറിപ്പോകാനുള്ള രാത്രിയാണ് നമുക്കിത്. പാപങ്ങളിൽ നിന്ന് മടങ്ങാനുള്ള അവസരം. കണ്ണീരോടെ ചെയ്യുന്ന ദുആയുടെ ശക്തി. നിശബ്ദ രാത്രിയിൽ അള്ളാഹുവുമായി സംസാരിക്കുന്ന നിമിഷങ്ങൾ. ഇന്ന് ഞാൻ മാറും എന്ന ഉള്ളിലെ തീരുമാനം. ഈ രാത്രി എങ്ങനെ പ്രയോജനപ്പെടുത്താം? നമസ്കാരം, തഹജ്ജുദ്, ഖുർആൻ വായന, ധ്യാനം, ഹൃദയം ശുദ്ധമാക്കൽ, ദുആ, സ്വന്തം ജീവിതത്തിനും ലോകത്തിനും വേണ്ടിയിട്ടുള്ള ദുആ, ശാന്തതയും ഏകാന്തതയും തിരഞ്ഞെടുക്കൽ. ജീവിതം മാറ്റുന്ന ചില ചിന്തകൾ. ഒരൊറ്റ രാത്രി ജീവിതത്തിന്റെ ദിശ മാറ്റാം. പഴയ തെറ്റുകൾക്ക് വിട പറയാം. പുതിയ ആത്മീയ തുടക്കം കുറിക്കാം. ഈ അവസരം വീണ്ടും ലഭിക്കുമെന്ന് ഉറപ്പില്ല. ഈ രാത്രി നമ്മളെ വിട്ടു പോകുമ്പോൾ നാം പഴയ ആളുകളായിരിക്കരുത്. ക്ഷമ ചോദിക്കുന്ന ഹൃദയം, നന്ദിയുള്ള മനസ്സ്, അള്ളാഹുവിലേക്കടുത്ത ആത്മാവ്. ജീവിതം വളരെ വേഗത്തിലാണ് കടന്നു പോകുന്നത്. ഇന്നലെ പോലെ തോന്നുന്ന പല നിമിഷങ്ങളും ഇന്ന് ഓർമ്മകളായി മാറി. നഷ്ടപ്പെട്ട സമയം തിരികെ വരില്ല. പറയാതെ പോയ വാക്കുകൾ തിരുത്താനാവില്ല. ചെയ്യാതെ പോയ നന്മകൾ പിന്നെ ചേർക്കാനുമാവില്ല. എന്നാൽ കരുണാമയനായ അള്ളാഹു മനുഷ്യന് വീണ്ടും തിരിഞ്ഞു വരാനുള്ള അവസരങ്ങൾ നൽകുന്നു. പാപങ്ങളിൽ നിന്ന് മടങ്ങാൻ വഴികൾ തുറക്കുന്നു. തെറ്റുകൾ കഴുകിക്കളയാൻ പ്രത്യേക നിമിഷങ്ങൾ സമ്മാനിക്കുന്നു. അത്തരം അവസരങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. ഇത് ഒരു സാധാരണ രാത്രിയല്ല, വിധിയെ മാറ്റാനാവുന്ന രാത്രി, ഹൃദയങ്ങളെ ശുദ്ധമാക്കുന്ന രാത്രി, പ്രാർത്ഥനകൾക്ക് പ്രത്യേക മറുപടി ലഭിക്കുന്ന രാത്രി. നമ്മൾ ചോദിക്കണം, ഈ മഹത്തായ അവസരത്തിനായി ഞാൻ തയ്യാറാണോ? അല്ലെങ്കിൽ പതിവ് പോലെ അത് കടന്നു പോകാൻ വിടുമോ? ഈ രാത്രി നമ്മെ തേടിയെത്തുമ്പോൾ അതൊരു ക്ഷണമാണ്. എന്നിലേക്ക് മടങ്ങി വരൂ എന്ന ദൈവീകമായിട്ടുള്ളൊരു വിളിയാണ്. പ്രിയരെ, ഈ ഒരൊറ്റ രാത്രിയുടെ മഹത്വം മനുഷ്യബുദ്ധിക്കപ്പുറമാണ്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠം. ഒരു ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്തതിലധികം പ്രതിഫലം. ഇത് കരുണയുടെ രാത്രി, ക്ഷമയുടെ രാത്രി, വിധിയെഴുതപ്പെടുന്ന രാത്രി, വിധിയെഴുതപ്പെടുന്ന നിർണായക സമയം. ആകാശം സമാധാനത്തോടെ നിറയും. മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ദൈവിക അനുഗ്രഹം നിറഞ്ഞൊഴുകുന്ന രാത്രി. ഈ മഹത്വം നമ്മോട് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനും നിരാശനാകേണ്ടതില്ല. എത്ര തെറ്റുകൾ ചെയ്താലും മടങ്ങി വരാൻ വാതിൽ തുറന്നിരിക്കുന്നു. ഈ രാത്രി നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരുണ മനുഷ്യന്റെ പാപങ്ങളെക്കാൾ വലുതാണ് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ മഹത്തായ രാത്രിയുടെ മഹിമ നമ്മൾ അറിയുന്നത് ഖുർആൻ മുഖേനയാണ്. സൂറത്തുൽ ഖദർ ഈ രാത്രിയുടെ മഹത്വം വ്യക്തമായി വിവരിക്കുന്നു. മനുഷ്യരാശിക്ക് ദിവ്യ മാർഗദർശനം ആരംഭിച്ച നിമിഷം. അന്ധകാരത്തിൽ വഴികാട്ടിയായ ഖുർആൻ അവതരിച്ച രാത്രി. മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകിയ രാത്രി.
ഈ രാത്രി റമദാനിന്റെ അവസാന 10 രാവുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിലൂടെ ഒരു സന്ദേശമുണ്ട്. ശ്രമിക്കുന്നവർക്കാണ് നേട്ടം. പ്രിയരെ, ഈ രാത്രി എങ്ങനെ സ്വീകരിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവസാന 10 രാവുകൾ എത്തിയാൽ അവരുടെ ഇബാദത്ത് ശക്തമാക്കാറുണ്ട്. ഉറക്കത്തേക്കാൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാറുണ്ട്. സ്വകാര്യ സൗകര്യങ്ങളെക്കാൾ ആത്മീയ ശ്രമം നടത്താറുണ്ട്. ഒരു രാത്രി പോലും നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത കാണിക്കാറുണ്ട്. കുടുംബത്തെയും ഉണർത്തി ആരാധനയിൽ പങ്കെടുപ്പിക്കാറുണ്ട്. ഇത് നമ്മോട് പറയുന്നത് മഹത്തായ കാര്യങ്ങൾ സൗകര്യ മേഖലയിൽ നിന്നും ലഭിക്കില്ല. ശ്രമം വേണം, ആത്മാർത്ഥത വേണം. പ്രിയ സഹോദരങ്ങളെ, ഇത് ഉറങ്ങിപ്പോകാനുള്ള രാത്രിയല്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, മാറിപ്പോകാനുള്ള രാത്രിയാണ്. ഹൃദയം തുറന്ന് അള്ളാഹുവോട് സംസാരിക്കാനുള്ള സമയമാണ്. കണ്ണീരിൽ കലർന്ന ദ്വാകൾക്ക് ശക്തിയുള്ള സമയമാണ്. പാപങ്ങളുടെ ഭാരത്തിൽ തളർന്ന ആത്മാവ് ഈ രാത്രിയിൽ ശാന്തി കണ്ടെത്തും. ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുന്ന നിമിഷം മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയാണ് അവിടെ. ഈ രാത്രി നമ്മോട് ചോദിക്കുന്നു, നീ പഴയ ജീവിതം തുടരണോ, അല്ലെങ്കിൽ പുതിയൊരു ആത്മീയ തുടക്കം വേണോ? ഈ രാത്രി പ്രയോജനപ്പെടുത്തണ്ടേ നമുക്ക്? ഈ രാത്രി പ്രയോജനപ്പെടുത്താൻ നമസ്കാരം വർദ്ധിപ്പിക്കുക. രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം, ഖുർആൻ പാരായണം മനസ്സിലാക്കി ചെയ്യുക. ദുആ, സ്വന്തത്തിനും ലോകത്തിനും വേണ്ടി ദുആ ചെയ്യുക. ഏകാന്തതയിൽ ധ്യാനം. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ പ്രതിഫലം നേടും. പ്രിയരെ, ഒരു രാത്രി ജീവിതത്തിന്റെ ദിശ മാറ്റാം. ഒരു സത്യസന്ധ പ്രാർത്ഥന വിധിയെ മാറ്റാം. ഈ അവസരം വീണ്ടും ലഭിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ രാത്രി നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നത്. ഈ രാത്രി കഴിഞ്ഞാൽ നാം പഴയ ആളുകളായി മാറുകയും ചെയ്യരുത്. ശുദ്ധമായ ഹൃദയവുമായി പുതിയ മനുഷ്യരായി മാറണം. അള്ളാഹുവിൻ്റെ കരുണയിൽ പ്രതീക്ഷയോടെ, ക്ഷമ ചോദിക്കുന്ന ആത്മാവോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. യാ അള്ളാഹ്, നിശബ്ദമായ ഈ രാത്രിയുടെ അനുഗ്രഹത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ പാപങ്ങളുടെ ഭാരങ്ങൾ നിന്റെ കരുണ കൊണ്ട് കഴുകിക്കളയണമേ. തെറ്റുകൾ തിരിച്ചറിയാനുള്ള വിനയം നൽകണമേ. ക്ഷമ ചോദിക്കാൻ നന്മയുള്ള മനസ്സ് നൽകണമേ. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ നന്മകൾ തിരികെ നേടാനുള്ള അവസരങ്ങൾ വീണ്ടും നൽകണമേ. നമ്മുടെ ദ്വാകൾ നിരസിക്കപ്പെടാത്ത നിമിഷങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. മഹത്വം അനുഭവിക്കുന്ന ശുദ്ധമായ ഹൃദയങ്ങൾ ഞങ്ങൾക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണമേ. ആമീൻ. ഇൻഷാ അള്ളാഹ്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ ചൊല്ലാനുള്ള പ്രത്യേക ദുആയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.